പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയം ഉരുത്തിരിഞ്ഞു നിൽക്കുന്നത് ഇത് സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിങ് മാറിയിട്ടുണ്ട് എന്ന വിമർശനം അത് ശരിവയ്ക്കുന്നത് തന്നെയാണ് വി കെ പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ. അതായത് സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയായാണ് വിഴിഞ്ഞം കമ്മീഷനിങ് നടത്തുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നു എന്നതാണ് ഇതിലെ രാഷ്ട്രീയമായ കൗതുകം. ഒപ്പം തന്നെ രാഷ്ട്രീയ ആയുധം പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നു. അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് BJP കൂടിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ പരിപാടിയായാണ് ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം നടത്തുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരിക്കുന്നു, വിവാദമായപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ BJPയുടെ ദേശീയ നേതാവ് കൂടിയായ പ്രധാനമന്ത്രി തന്നെ വരുമ്പോൾ സ്വാഭാവികമായും ഇതിലൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത് തന്നെയാണ്. അതിന് മറുപടി പറയാൻ BJPയും ബാധ്യസ്ഥരാണ്. സ്വാഭാവികമായും ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നടത്തേണ്ടിട്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. ഇതിന്റെ നോട്ടീസ് വരുമ്പോൾ അറിയാം ഏത് രീതിയിലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. അത് സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയായി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അപ്രൂവൽ ലഭിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഈ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ചടങ്ങായാണ് നടത്തുന്നതെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിന് അനുകൂലമായി നിൽക്കുമോ എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമാണ് ഈ ഉദ്ഘാടനമെങ്കിൽ പ്രധാനമന്ത്രി ഉദ്ഘാടകനായി എത്തുന്നുണ്ടോ? അക്കാര്യത്തിലൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ സ്വാഭാവികമായും തുടരും. നന്ദി. ഈ വിഷയത്തിൽ പ്രതികരിച്ചവർക്ക്. പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.